ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് എംബ്രോയിഡറി ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് പഠിച്ച സമയത്ത് നമ്മൾ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലത്തെ ഒരു സ്റ്റിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പ് അവിടെ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഷേപ്പ് ഫില്ലാവുന്ന രീതിയിൽ വേണം ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സ്റ്റിച്ചിന് നമ്മൾ ത്രെഡ് എടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് നമ്മൾ 6 സ്റ്റാൻസിൽ എടുക്കുന്നില്ല. അതിന് പകരം അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൂന്ന് ത്രെഡായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ വളരെ കട്ടി കുറവായിരിക്കും നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിന്. വളരെ നൈസായിട്ട് ഇങ്ങനെ ഫില്ലപ്പായ രീതിയിൽ അങ്ങനെയായിരിക്കും നമുക്ക് വരിക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഐ ലവ് വരച്ചിട്ടുണ്ട്. ഇനി ഒരു യൂം കൂടിയും വരച്ച് കൊടുക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഒരു സ്ക്വയറാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പും കൂടിയും കൊടുത്തപ്പോൾ പിന്നെ ഒരു യൂം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഐ ലവ് യു ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് മുഴുവനായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഇത് ഫില്ലപ്പ് ചെയ്യാൻ ഇരിക്കുമ്പോൾ കുറേ ടൈം പോകും നമുക്ക്. കാരണം ഇത് അത്യാവശ്യം ടൈം എടുക്കും. നല്ല വലുപ്പത്തിലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ ഫുള്ള് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിലൊരു ഐ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് പഠിച്ചവർക്കറിയാം ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. താഴെ നിന്നും കുത്തിയെടുക്കുക, എന്നിട്ട് നമ്മൾ ആ ഒരു വരച്ച പോയിന്റിൽ കൂടെ ഇതേപോലെ ജസ്റ്റ് താഴേന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നു പോകുന്നത്. എങ്ങനെയാണോ നമുക്ക് മുകൾ ഭാഗത്ത് ത്രെഡ് കാണുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡിലും സെയിം ഇതേപോലെ തന്നെ നമുക്ക് വരും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്, പക്ഷെ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൈം പോകുന്നേ ഉള്ളൂ. ചെറിയ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. വലിയ ഡിസൈൻ ആകുമ്പോൾ കുറച്ച് ടൈം എടുത്ത് സമാധാനമായിട്ട് ഇരുന്ന് ചെയ്യുന്നത് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റിച്ചാണ്. നമ്മളൊരു വട്ടം പഠിച്ചതായതുകൊണ്ട് അധികം നമുക്ക് പറഞ്ഞു തരാനില്ല, കണ്ടാൽ മനസ്സിലാവുന്നതുമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. പിന്നെ നമുക്ക് വാട്സപ്പ് ത്രൂ ക്ലാസ്സസ് ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ക്ലാസ്സസും ഇപ്പോൾ നമ്മുടെ എംബ്രോയിഡറിയുടെ സ്റ്റിച്ചസ് നമ്മൾ ഒരുവിധം 41 ക്ലാസ്സസ് ചെയ്തു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനിയിപ്പോൾ വാട്സപ്പ് ത്രൂ നമുക്കത് ചെയ്യുമ്പോൾ എന്തായാലും വാട്സപ്പ് ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് പെയ്ഡ് ക്ലാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലും ബെറ്റർ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റിച്ചസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന സ്റ്റിച്ചസിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ഇതുപോലെ പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ബോർഡിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിക്കാനൊരു ഇതില്ലല്ലോ, ഒരു സ്കോപ്പ് ഇല്ലല്ലോ. അപ്പോൾ മിക്കവരും വീഡിയോസ് കണ്ടങ്ങ് പോവാണ്, ചെയ്ത് നോക്കുന്നില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. ശരിയാണത് അങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സ്റ്റിച്ച് ബോർഡിലും മോട്ടിഫിലൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീണ വിഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കൊക്കെ അയച്ചു തരികയാണെങ്കിൽ നമുക്ക് കാണാനാണെങ്കിലും നല്ല നല്ല വർക്കുകളാണെങ്കിൽ നമുക്ക് സ്റ്റോറീസ് ഇടാനും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ നമുക്ക് കാണിക്കാനൊക്കെ പറ്റും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചെയ്തിട്ടുള്ള ഓരോ വർക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് അയച്ചിട്ട് ഒന്ന് അയച്ചു തരികയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു വാട്സപ്പിൽ ഒരു കോഴ്സ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക, അതിൽ നിങ്ങൾ നെക്കും സ്ലീവും മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ആ വർക്ക് ചെയ്ത മെറ്റീരിയൽ കട്ട് ചെയ്ത് ഒരു കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതും ഡീറ്റെയിൽഡ് ആയിട്ടൊരു കോഴ്സ് പോലെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത്രയും പേര് ഈ ഒരു കോഴ്സ് ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സ് അങ്ങനെ ചെയ്യാം. അധികം ഫീസൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ സംസാരം കേട്ടിട്ട് സ്റ്റിച്ച് ശ്രദ്ധിക്കാതെ പോയിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റിച്ചൊന്ന് നോക്കിയിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. ഫോട്ടോസ് എന്തായാലും ഇൻസ്റ്റയിൽ അയക്കണം, മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും കമൻറ്റ്സ് ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്